ധനുഷിന്റെ വരാൻ പോകുന്ന സിനിമയാണ് മാരി സെൽവരാജിന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന ധനുഷിന്റെ 56ാമത്തെ സിനിമ. എന്തായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ട് ആരംഭിക്കാൻ പോവുകയാണ്. കേൾക്കാൻ സാധിക്കും സെപ്റ്റംബർ മാസം സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ആവുമെന്നാണ്. ഒരു ഫാന്റസി ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കും. നമ്മുടെ ധനുഷിന്റെ കരിയറിലെ തന്നെ വലിയൊരു സിനിമ തന്നെയായിരിക്കും. ബിഗ് ക്യാൻവാസ് തന്നെയാണ് ധനുഷിന്റെ മാരി സെൽവരാജ് സിനിമ വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ ഷൂട്ടിനായിട്ട് സെപ്റ്റംബർ മാസം ആദ്യവാരം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഐശ്വര്യ രജനികാന്തിന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന പുതിയൊരു തമിഴ് സിനിമേന്റെയാണ്. തമിഴിൽ മാത്രമല്ല പാൻ ഇന്ത്യൻ റിലീസാണ് ഐശ്വര്യ രജനികാന്ത് സംവിധാനത്തിൽ വരുന്ന ഈ ഒരു സിനിമ റിലീസ് വരാൻ പോകുന്നത്. കണ്ണൻ രവി അതുപോലെ തന്നെ KRG പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത്. യുവൻ ശങ്കർ രാജ് ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ പല ഭാഷകളായിട്ടാണ് റിലീസിന് വന്നത് പാൻ ഇന്ത്യൻ ലെവലില്. എന്തായാലും കണ്ടിട്ട് ഒരു ഗുഡ് ഫീൽ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കും. ചിത്രത്തിന്റെ ടീസർ കണ്ടവർക്ക് മനസ്സിലാവും അത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ടെക്സില എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് എന്തായാലും ഉടൻ തന്നെ സിനിമയുടെ റിലീസ് ഡേറ്റും പുറത്തു വരുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പ്രകമ്പനം എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ OTT അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ OTT റിലീസ് അവകാശം ആരാണ് മേടിച്ചത്? സിനിമ എന്നാണ് OTT റിലീസ്? മാർച്ച് മാസം ആദ്യവാരമാണ് നമ്മുടെ പ്രകമ്പനം എന്ന് പറഞ്ഞ മലയാള സിനിമ OTT റിലീസിന് പോകുന്നത്. ZEE5 മലയാളമാണ് പടത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. കേൾക്കാൻ സാധിക്കുന്ന മാർച്ച് മാസം 6 അല്ലെങ്കിൽ 7 തീയതികളിലാണ് സിനിമയുടെ OTT റിലീസ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് നമ്മുടെ സാഗർ, ഗണപതി, അമീനൊക്കെ എന്നിവർ അഭിനയിച്ച ഒരു ഹൊറർ കോമഡി മലയാള സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് മലയാള സിനിമയായ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സിനിമേന്റെ തന്നെയാണ്. മാരക മാസ് മസാല സിനിമയാണ് ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമയിലോട്ട് നമ്മുടെ മലയാളത്തിലോട്ട് ഡെബ്യൂട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ് സഞ്ജയ് ദത്ത്. കേൾക്കാൻ സാധിക്കുന്ന സിനിമയിൽ നമ്മുടെ സഞ്ജയ് ദത്ത് പ്രധാനപ്പെട്ട വേഷങ്ങളിൽ വരുന്നു എന്നാണ്. എന്തായാലും അങ്ങനെയാണെങ്കിൽ അത് ഡെബ്യൂട്ട് തന്നെയായിരിക്കും ഹോളിവുഡിലോട്ട്. അത് മാത്രമല്ല സിനിമയിൽ കബീർ സിംഗും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ സിനിമയിൽ മ്യൂസിക് ആദ്യം കേൾക്കാൻ സാധിച്ചു നമ്മുടെ ആനിമൽ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ആകുമെന്നാണ്. ഇപ്പൊ അത് മാറ്റിയിട്ട് നമ്മുടെ തമിഴിലോട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഒന്നും ഫൈനലായ ടോക്ക് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഒറ്റക്കൊമ്പൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ വാർത്തകൾക്കായിട്ട്.